ഗൈസ് ഇന്ന് നമ്മൾ പോണ സ്പോട്ട് കണ്ടെങ്കിൽ നമ്മളെ ബാലുശ്ശേരി ഒക്കെ അടുത്തുള്ള വയലട വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോകണം കേട്ടോ. വയലട വ്യൂ പോയിന്റ് കാണാൻ പോകട്ടോ. മെയിൻ ആളുണ്ട് എന്താ നിങ്ങളോ ചോദിക്കണോ പോവാന്? നിങ്ങളെന്താ പോക്കാന്ന് പറയുന്നത്? പൊക്കോളാ. അടിപൊളി കോടയാണ്. ഉച്ചക്ക് 2-3 മണി ആയിട്ടുള്ള 3:30 മണിയായിരിക്കും സമയം ഏകദേശം. എപ്പോഴും സമയത്തുള്ള കോട ഉണ്ടെങ്കിൽ മുകളിൽ ഫോറസ്റ്റുകാരൊക്കെ ഉണ്ടാവില്ല. ഇപ്പം ഭയമായിരുന്നല്ല. മഴ പെയ്തിട്ട് വഴി മൊത്തം ബ്ലോക്കാണ് കേട്ടോ. മരവും എന്താ ഓടമുളയും അതാ നന്നായിട്ട് വീണെടുക്കുന്നുണ്ടല്ലേ. നന്നായിട്ട് ഒലക്കെയാണ്. നിങ്ങൾ പിന്നെ എങ്ങനെ ചാടി വന്ന്? ചളി വേണ്ടല്ലോ. അവിടെ അങ്ങനെ മര്യാദയ്ക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ? വെറുതെ എന്തോ പറയല്ലോ. ആവശ്യമുള്ള കാര്യം പറഞ്ഞാൽ മതി. എന്തുള്ളത്? സുഖമായിട്ട് നടന്നു വരുന്ന കോലാപ്പൊക്കാണ് ഇതിന്റെ വഴി. ഞാൻ കാണിച്ചു കേട്ടോ. ഏതായാലും നല്ല സമയത്താണ് വന്നത്. പക്ഷെ മുകളിൽ ഫോറസ്റ്റുകാരുണ്ടെന്നാണ് പറയുന്നത്. 2-3 മിനിറ്റേ കയറ്റുന്നുള്ളൂ. ജസ്റ്റ് കാണുക, കയറുക, പോരുക, കയറുക, കാണാൻ പോരുക. മരിച്ച വരയിലൊക്കെ പോയാണോ? ജസ്റ്റ് ഒന്ന് കാണുക, ഇറങ്ങി പോരുക. അവിടെ നിൽക്കരുതെന്നാണ് പറഞ്ഞത്. ഏതായാലും ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. എന്നാലും വൈബ് അടിക്കാം. അത് തന്നെ. ഇല്ല സുഖമൊന്നും ഉണ്ടാവില്ല കയറാനൊക്കെ. പക്ഷേ വൈയൊക്കെ ബുദ്ധിമുട്ടാണ്. കണ്ടില്ലേ, പൊളിച്ചേറിയ സംഭവം. ഈ സമയത്ത് ഇതൊക്കെ വന്ന് കാണാണ്ട് പിന്നെ വെറുതെ മഴയത്ത് തണുപ്പത്ത് പുതപ്പും കുറച്ച് വീട്ടിൽ കിടക്കുന്നതിൽ ഇപ്പം എന്ത് കാര്യമുള്ളത്? ഇതൊക്കെ അല്ലേ നമ്മൾ കാണേണ്ടത്. കണ്ടില്ലേ അവിടെ കഥ വഴിയൊക്കെ അടഞ്ഞ് കിടക്കുക. കണ്ടില്ലേ കണ്ടാ? ഇതിൽ കൂടെ ഇങ്ങനെ നൂണ്ട് പോരണോ? കണ്ടില്ലേ? നമ്മളോട് ഡയലോഗ് അടിച്ച ആളുണ്ട്. അയാൾ എങ്ങനെയാണ് വരുന്നത് നമ്മളൊന്ന് കാണാം. നമ്മളോട് വലിയ ഡയലോഗ് അടിച്ചു. വഴിയിലൊന്നും എന്തെങ്ങനെ കുരിഞ്ഞിട്ട് വരുന്നത്? വഴിയിൽ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല. ഒരു കുഴപ്പമില്ല. ഏതായാലും സംഭവം പൊളിച്ചിരിക്കും. നല്ല ക്ലൈമറ്റ്. ഇയാളുടെ കത്തച്ചിട്ട് ഒരു പണി എടുക്കൂലല്ലോ പാവം മനുഷ്യന്. ഞാൻ കത്തിക്കില്ലല്ലേ. ഈ ഒരു സാധനത്തിന് ഒരു പേരിട്ടിട്ടുണ്ട്. ഫോറസ്റ്റുകാർ വെക്കുന്ന ഒരു സാധനം കേട്ടോ. ഇതിൻ്റെ പേര് ജണ്ട എന്നല്ലേ പറയുന്നത്. അതാണ്ടോ സാധനം. കാറ്റാണ് കേട്ടോ. കയറി നോക്കല്ലേ. $10 കിട്ടൂലേ? പോലീസുകാർക്ക് എന്താ ചോറായി കൊടുക്കേണ്ടി വരും. കാണാണ്ടിരിക്കാൻ വേറെ വയ്യൊന്നുമില്ല. ഇങ്ങോട്ട് കയറാണ്ടെന്നാൽ മതി. മഴ പെയ്തിട്ട് ഇപ്പൊ കേട്ടുവോ? എന്താ പ്രശ്നം? മോള് കയറുന്നില്ല? ജസ്റ്റ് ഒന്ന് കയറി പോരാലോ. അവന്റെ ഒറിജിനൽ എന്റെ അടുത്തുണ്ട് കേട്ടാ. അവന്റെ ഒറിജിനൽ സജീർ മുണ്ടക്കൽ.
എന്ത് കിട്ടാൻ വേണ്ടി അതാണെങ്കിൽ എന്ത് കിട്ടാൻ വേണ്ടിയാ പറയും ഞാനല്ലേ പറയാം നിങ്ങൾ കണ്ടേ നമ്മളും കാണട്ടെ അവിടെ തന്നെ ഉണ്ട് ഇപ്പൊ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ഒഴിവായ സ്കൂട്ടറോ? എല്ലാം എനിക്ക് തന്നെ കിട്ടണല്ലേ? അതെ അതെ ആട്ട് പോണ്ട. ഹലോ ഫോറസ്റ്റുകാരുണ്ടോ? അല്ലേ എന്താ ചെയ്യാ? അട്ടായി കൊടുത്താൽ നടക്കോ? ഇവിടം വരെ വന്നാലേ ഒന്ന് കയറട്ടെ നോക്ക്. മക്കളെ വയലയുടെ വ്യൂ പോയിന്റിലെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, വേറെ ലെവൽ വ്യൂ ആണ് കേട്ടോ ഈ ഒരു സമയത്ത്. പക്ഷേ ഇങ്ങോട്ട് അലോഡൊന്നുമില്ല, ഇവിടെ ഫോറസ്റ്റുകാരുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട് ഇവിടേക്ക് ആരും വരണ്ട, ഈ സമയത്ത് കയറ്റുന്നില്ല എന്നൊക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വന്ന് ഫോറസ്റ്റുകാർ പറഞ്ഞ് പോയിക്കോളാൻ പറഞ്ഞു. ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് മാത്രം പോവാണ്. അങ്ങോട്ട് വ്യൂ പോയിന്റിലേക്കൊന്നും കാര്യങ്ങൾക്കൊന്നും ആരെയും കടത്തി വിടുന്നില്ല. ഇതാണ് വ്യൂ പോയിന്റ്. വ്യൂ പോയിന്റിലെ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ കിഡ് വ്യൂ എന്നാണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ. പക്ഷേ എന്ത് ചെയ്യാൻ മക്കളെ, നമുക്ക് കയറാനും പറ്റില്ല, റെഡ് അലർട്ട് ആയതുകൊണ്ട്. പോലീസും ഫോറസ്റ്റും പറയുന്നത് നമ്മൾ കേൾക്കലും രക്ഷമല്ലല്ലോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. അവർ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് പോയിക്കൊള്ളാൻ പറഞ്ഞു. അവർ ഇവിടെ ഉണ്ട്, ആ മോളുണ്ട്. അപ്പോൾ ആരും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ കോട കണ്ടിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ തോന്നുന്നേ ഇല്ല കേട്ടോ. ഒരു മനുഷ്യനില്ലാത്തൊരു അവസ്ഥയിൽ വയലടങ്ങളാണെങ്കിൽ കണ്ടിട്ടുണ്ടോ? ഇനി നിങ്ങൾക്ക് ഒരിക്കലും ചരിത്രത്തിൽ കാണാൻ കഴിഞ്ഞ് തോന്നില്ല. കാരണം റെഡ് അലർട്ട് ആയതുകൊണ്ട് ഇവിടേക്ക് ആളുകളൊന്നും പ്രവേശിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മളിവിടെ എത്തി. അപ്പോൾ ഫോറസ്റ്റുകാരും പോലീസുകാരും എല്ലാം ഇവിടെ ഉണ്ട്. അവർ പറഞ്ഞു കയറാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് 2 മിനിറ്റ് നമ്മളിവിടെ നിൽക്കുന്നുള്ളൂ. അത്രയും സമയം ഒന്ന് നല്ലോണം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെയുണ്ട് സ്ഥലം. സ്ഥലം കണ്ട് ഇതെന്ത് പറയാ, നമ്മളെ കോഴിക്കോടല്ലേ അടിപൊളിയാണ്. കോഴിക്കോട് നിർത്ത പറഞ്ഞു. കോഴിക്കോട് എന്ത് പറഞ്ഞാലും അടിപൊളിയാണ്. എന്താ അടിപൊളി അല്ലാത്ത? ഫുഡ് അടിപൊളിയാണ്, ആൾക്കാർ അടിപൊളിയാണ്, സ്ഥലങ്ങൾ അടിപൊളിയാണ്. പിന്നെന്താ പറയാ, ഇപ്പൊ കോഴിക്കോട് തന്നെ അല്ല മെയിലെന്നാ കിടക്കുന്നില്ലേ. ഏതായാലും കറക്റ്റ് സമയത്ത് ഫോറസ്റ്റ് നമുക്കൊരു 10-20 മിനിറ്റ് അവിടെ കിട്ടിയിട്ട്. നിങ്ങൾ പറഞ്ഞോളൂ 20 മിനിറ്റ് കറക്റ്റ് നമ്മൾ ഇന്നില്ലേ. കറക്റ്റ് സമയത്ത് ഫോറസ്റ്റ് വന്നു. ഞങ്ങൾ ഇറക്കൽ തുടങ്ങി. ഞങ്ങൾ ഇറങ്ങി പോവാണ്. ഫോറസ്റ്റ് അതാ വന്നിട്ടുണ്ട്. കേറുമ്പോ നല്ല സുഖമുണ്ട്, ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അല്ലേ. ജസ്റ്റ് കയറി ഇറങ്ങാം. അങ്ങനെ നമുക്ക് പോലും ഒന്നുമില്ല. 5 മിനിറ്റ് മുമ്പ് ക്യാമറ ഓണാക്കിക്കട. അഥവാ വിൽക്കുകയാണെങ്കിലോ എനിക്ക് ലൈവ് കിട്ടല്ലോ. അപ്പൊ സംഭവം എന്തായാലും വന്ന ഒരു നഷ്ടമായില്ല. എന്താ അഭിപ്രായം മുക്താർക്ക? നിങ്ങൾ എങ്ങനെയാ ഒരു 20 മിനിറ്റ് പറഞ്ഞേ? റിസോർട്ടും കാര്യങ്ങളൊക്കെ തൊട്ട് താഴെ വയലട പോണ വൈക്കിതാ റിസോർട്ടൊക്കെ ഉണ്ട്. ഏതാ റിസോർട്ടെന്ന് അറിയില്ല. അങ്ങോട്ട് പോകാനുള്ള റൂട്ട് ഏതായാലും പൊളിയാട്ടോ. സംഭവം മഴയത്ത് കാടും വെള്ളമൊക്കെ ആയിട്ട് പോയതാണെങ്കിലും സാധനം അത് അങ്ങനെയൊക്കെ പോകണം. ഏതായാലും ഉണ്ടല്ലേ. അല്ലേ ഈ സാധനത്തിന് നിങ്ങളെ നാട്ടിൽ എന്താ പറയാ? അപ്പോ എന്തപ്പോ? ഞങ്ങളെ നാട്ടിൽ വേറെ എന്ത് പേര് പറയാൻ അറിയോ? എന്താ പറയാ? നിങ്ങളെ നാട്ടിൽ വേറെ സ്പെഷ്യൽ പേരൊക്കെ പറയലുണ്ട് കേട്ടോ. അതൊട്ട് പറയാൻ പറ്റില്ല, സഭയെ പറയാൻ പറ്റില്ല ഒന്നും. ചില സ്ഥലത്ത് കൊടലെന്നൊക്കെ പറയൂ. നിങ്ങൾ കഥയും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പീസ് നമുക്ക് തരി. അപ്പൊ ഇതിന്റെ പേര് നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നത്?